ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. അപ്പോൾ കുറച്ച് ദിവസം എടുത്തിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ എൻ്റെ ബ്രദറും ഉമ്മയൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്. അവർ കുറേ സ്വീറ്റ്സും അതുപോലെ തന്നെ സ്നാക്സും പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം കുറച്ച് തിരക്കിയെന്നുണ്ടോ. കാരണം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വേറൊരു കല്യാണം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മയും ബ്രദറൊക്കെ സെലിക്കാക്കാക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ പിന്നെ ഉമ്മാക്കൊക്കെ ചായ കൊടുക്കലും അവരെ പറഞ്ഞേക്കലൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഔട്ട്ഫിറ്റ് ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇച്ചുവിന് ഇതാ പീക്കോക്ക് ബ്ലൂ കളർ ടീഷർട്ടും ജീൻസിൻ്റെ പാൻറ്റും ഷൂസൊക്കെ ഇട്ട് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ കല്യാണത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ ബേക്കിലുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷനും കാര്യങ്ങളൊക്കെ. അവരെ വീട് നമ്മളെ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പം താലികെട്ടും കാര്യങ്ങളൊക്കെ മെയ് 6-ാം തീയതി തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് ചെക്കൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാരും പിന്നെ നമ്മളെ അയൽവാസികളൊക്കെ കൂടിയിട്ട് ചെറിയൊരു റിസപ്ഷനും കാര്യങ്ങളാണ്. ചെറുതല്ല, അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെത്തിയപ്പം ഒരു 12:45 ആയിട്ടുണ്ട് കേട്ടോ, കാരണം മോന് ഉറങ്ങൊക്കെ ആയിരുന്നു. പിന്നെ എത്തിയവിടെ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പം ബിരിയാണി ചെയ്യുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെണ്ണും ചെക്കനൊക്കെ അതാ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്ത് പോയിരുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം അവർക്ക് പറ്റുമോ അറിയില്ല. അതുകൊണ്ട് തന്നെ ദൂരത്തു നിന്നുള്ള കുറച്ച് ക്ലിപ്സ് മാത്രമേ കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ജ്യൂസൊക്കെ. അപ്പോൾ അത് പിന്നെ ഇച്ചൂന് കൊടുത്തു. പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പം ബിരിയാണിയും അതുപോലെ തന്നെ അച്ചാറും ചല്ലാസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ എൻ്റെ അടുത്തുനിന്ന് പോയിട്ട് പിന്നെ മുത്തുവിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ആരാന്നറിയില്ല കുറച്ച് ചോറൊക്കെ ഇങ്ങനെ ചിക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് തന്നെ ടേബിളിലായിട്ട് മോനോസും സച്ചു റിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല പോളിങ്ങിലാണ്. പിന്നെ അത് ഇച്ചൂനെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കൂടുതൽ സമയം അവിടെ ഇരുന്നിട്ടില്ല, കാരണം ഇപ്പം തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഇരുന്നിട്ടില്ല. പിന്നെ വെല്ലുമ്മയുണ്ട് കേട്ടോ എൻ്റെ ഒപ്പം. ഉമ്മ ഹോസ്പിറ്റലിൽ ഇങ്ങനെ സിലിക്കാക്കാൻ്റെ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെ വെല്ലുമ്മാനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇതാ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റിയ ശേഷമുള്ള കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാ ദിവസവും മഴയാണ് കേട്ടോ. രാവിലെ ആകെ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെയാണ് കേട്ടോ വെയിലുണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ മഴയാണ്. രാത്രിയിൽ വരെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കറണ്ടും കാര്യങ്ങളും വരെ ഇപ്പം അധികം ഉണ്ടാവലില്ല. പിന്നെ സെലിക്കാക്ക ഹോസ്പിറ്റലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരെ മക്കളൊക്കെ നമ്മളെടുത്തുണ്ട് കേട്ടോ. അപ്പം മക്കളെയൊക്കെ കൂട്ടിയിട്ട് താഴ്ന്ന് മക്കളെന്താക്കിയിട്ടുണ്ട്, കുഞ്ഞിപ്പെണ്ണിനും മോനുവിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല കളിയിലാണ്. അപ്പം വലിയ സെലിക്കാക്കാൻ്റെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മക്കളെ കാര്യം നോക്കണ്ട, അവരെന്നെ ഓരോ മാനേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഒരു നോക്കുകയൊക്കെ ചെയ്തോളും. പിന്നെ കുട്ടികൾക്ക് ഇവരെ കിട്ടിയാൽ മതി കേട്ടോ, അത് വേറൊരു കാര്യം. സച്ചുവിനും മുത്തുവിനും റിച്ചുവിനും കിട്ടിയാൽ പിന്നെ അവർക്ക് വേറെ ആരും വേണ്ട, ഓരെടുത്ത് നടന്നാൽ മതി കേട്ടോ. അപ്പം അങ്ങനത്തുള്ള ഒരിതൊക്കെയാണിപ്പം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് വേറൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇക്ക ഷോപ്പ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചപ്പുപ്പേരികൾ ചപ്പ് പറിച്ചിട്ടുണ്ട്. പിന്നെ മീനിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഉമ്മ വരുന്നുണ്ട്. അപ്പം മെയ് 1 എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം ഡേറ്റ് എന്താ കറക്റ്റ് ഓർമ്മ വെച്ചാൽ ഉമ്മാക്ക് പൊതു ലീവിനൊക്കെയാണ് കേട്ടോ, അധികം ലീവ് ഉണ്ടാവില്ല. അപ്പോൾ മെയ് 1 ഉമ്മാക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇത്രയും ദിവസം ഇടാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വീഡിയോ കുറച്ച് ക്ലിപ്സ് മാത്രമേ കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടണമെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയും കൂടി വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട്. പിന്നെ ചപ്പുപ്പേരി വെച്ചിട്ടുണ്ട്, ചെറുപയർ കറിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബിരിയാണിയും നെയ്ച്ചോറൊന്നും വേണ്ടാന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരം കപ്പയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായ കപ്പ തന്നെയായിരുന്നു പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ 5 മണി ആയപ്പോൾ എൻ്റെ ഉമ്മ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മേപ്പാടിയിൽ നിന്ന് ഡയറക്റ്റ് അയച്ച് മാനന്തവാടി ബസ് ഉണ്ട് കേട്ടോ. 5 മണി 5:15 ആകുമ്പോൾ വിംസ് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അതിന് പോകാൻ വിചാരിച്ചിട്ട് ഉമ്മ വീട്ടിൽ നിന്ന് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഇറങ്ങിയ സമയത്ത് ഇച്ചു ഭയങ്കര കരച്ചിലായതുകൊണ്ട് തന്നെ ഇച്ചു ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഓനിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത ദിവസം ഒരു ഉച്ചക്കായപ്പോൾ ഇതാ കുഞ്ഞാങ്കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാക്ക വന്നപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഓരോ ചോക്കോബാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞിപ്പണീനും മോനൂസിനും ഉണ്ട് കേട്ടോ, അവർക്കുള്ളത് പിന്നെ അപ്പം തന്നെ ഉമ്മ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാവും വേഗം ട്രൗസറൊക്കെ ഇട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വന്ന് അല്ലെങ്കിൽ വാതിൽ തുറന്ന് ആ ഒരു ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആൾ പുറത്തിറങ്ങും കേട്ടോ. ആൾക്ക് വാതിൽ തുറന്നാൽ വേഗം കിട്ടിയ ചാൻസാണ് കേട്ടോ. ഇപ്പം കളിക്കാൻ കാരണം ഇപ്പം അധികം വെയിലത്തൊന്നും മഴയത്തൊന്നും ഇറക്കലില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കുഞ്ഞ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.